സൈബർ അന്വേഷണം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. സിനിമയിൽ ഇതൊന്നും പുതിയ കാര്യമല്ല. ഒരിക്കൽ പേര് പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ വലിയ പാടാ. പഴയ ചില ലേഡി സൂപ്പർ സ്റ്റാറുകൾ പോലും ഇങ്ങനെ ചില കുരുക്കുകളിൽ പോയി പെട്ടിട്ടുണ്ട്. പക്ഷെ അന്നിതൊന്നും ആരും അറിയില്ലായിരുന്നു. ഇപ്പൊ ഫോണിൽ തന്നെ ക്യാമറ, ചുറ്റും ഒളിക്യാമറകൾ. ഇതൊന്നും ഒളിക്കാൻ പറ്റില്ല. ഇന്നൊക്കെയാണ് ഞാനും കുടുങ്ങിയേനെ. അതിനിപ്പോ പ്രതിവാരം വന്നല്ലോ. മീറ്റു. സൂക്ഷിക്കുന്നത് നല്ലതാ നമ്മളെല്ലാരും. ഈ ആൻസി അനന്തൻ ആള് മിടുക്കിയാണല്ലേ? അവര് ഫാഷൻ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുന്ന ആളാ. എല്ലാവർക്കും അറിയാം, ഫേമസാ. ഓ, ഇപ്പൊ അതിലും ഫേമസ് ആയല്ലോ. കരി മുഖത്ത് വീണാൽ പിന്നെ കഴുകിയിട്ടും കാര്യമില്ല. സിനിമയിൽ പേരുദോഷം വന്നാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടും കാര്യമില്ല. രക്ഷപ്പെട്ടു പോകുക എന്നുള്ളതാണ് പ്രധാനം. ഞാൻ പറഞ്ഞത് അനന്തന് മനസ്സിലായല്ലോ. അനന്തന്റെ ഭാര്യയെ വെള്ളപൂശാൻ നടന്നാൽ സ്വയം നാറും. അനന്തൻ ഈ പ്രോജക്റ്റ് അങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ അനന്തന്റെ ഭാര്യ വരുത്തിവെച്ച ഈ നാണക്കേടിൽ നിന്ന് അനന്തൻ തലയൂരണം. എന്നിട്ട് സ്വന്തമായി ഫേസ്ബുക്കിൽ ഒരു മറുപടി കൊടുക്കണം, പരസ്യമായി. എന്നുവെച്ചാൽ ആൻസിയും അനന്തനുമായി ഏറെക്കാലമായി ബന്ധമില്ല, അവരവരുടെ ഇഷ്ടത്തിന് പരപുരുഷന്മാരുമായി ജീവിക്കുകയാണെന്ന്, ഞങ്ങളുടെ ഫാമിലി സെപ്പറേറ്റഡ് ആണെന്ന് ഇതൊക്കെ ജനങ്ങളെ അറിയിക്കണം. അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ആ സ്ത്രീയെ അങ്ങ് പഠിച്ചോളും. അനന്തന്റെ ഇമേജും നിലനിൽക്കുകയും ചെയ്യും. ഇനി അനന്തന് ബുദ്ധിമുട്ടാണെങ്കിൽ അനന്തന് ഈ പ്രോജക്റ്റ് വിട്ടുപോകാം. നല്ലതാ, വളരെ നല്ലതാ. നല്ലൊരു സൊല്യൂഷനാ സാർ പറയുന്നത്. അനന്തകൃഷ്ണന് രക്ഷപ്പെടാൻ വേണ്ടി ആൻസിയെ, എന്റെ ഭാര്യയെ ഞാൻ ഉപേക്ഷിക്കണം. എനിക്ക് അവൾ ആരാണെന്ന് സാറിന് അറിയില്ല. എന്റെ ജീവിതത്തിൽ ആൻസി വന്നു കയറിയത് എങ്ങനെയാണെന്നും സാറിന് അറിഞ്ഞൂടാ. ഈ പറയുന്ന നാട്ടുകാർക്കും അറിഞ്ഞൂടാ. ഒരുപാട് ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയിട്ടാ സാറേ ഈ നിൽക്കുന്നത്. പക്ഷെ അവളായിട്ട് എനിക്കൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അവളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണല്ലേ? സാറേ, അവളുടെ ശരി അവക്കും എനിക്കും അറിയാം. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, 1000 കോടിയുടെ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടാലും എനിക്ക് വലുത് ആൻസിയും അവളുടെ മാനമാണ്. ഞാൻ അവളുടെ കൂടെ നിൽക്കൂ.